എല്ലാവർക്കും മൺസൂൺ ഡ്രോപ്സിലേക്ക് സ്വാഗതം. ഞാൻ അജിമോൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ മാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് മാതൃസസ്യത്തിന്റെ അതേ ഗുണമുള്ള ഒരു തൈ ലഭിക്കുന്നതിനും പെട്ടെന്ന് കായ്ക്കുന്നതിനും വേണ്ടിയാണ്. നമ്മളൊരു മാവിന്റെ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ തൈയിൽ നിന്നും മാങ്ങ ലഭിക്കുവാൻ 7 മുതൽ 8 വർഷം വരെ ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിലൂടെ നല്ല ഇനം തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. ഗ്രാഫ്റ്റ് ചെയ്യുന്ന മാവിൻ തൈകൾ അധികം വളർന്നു വലുതാവുകയില്ല. അതുകൊണ്ട് നമുക്ക് വീടിന്റെ പരിസരത്ത് വെച്ച് വളർത്താവുന്നതാണ്. നമ്മുടെ നാടൻ മാവുകളൊക്കെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രക്കാരൻ, കല്ലുകെട്ടി, അങ്ങനെ ധാരാളം നാടൻ മാവുകൾ നമുക്കുണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം മാവുകളുടെ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വീടിന്റെ പരിസരത്ത് വെച്ച് പിടിപ്പിക്കാം. അത് ഈ വംശനാശ ഭീഷണിയിൽ നിന്നും ഈ മാവുകളെ നമുക്ക് തടയുവാൻ സഹായിക്കും. ഗ്രാഫ്റ്റിംഗ് പല വിധമുണ്ട്. ബാർക്ക് ഗ്രാഫ്റ്റിംഗ്, സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ്, സോഫ്റ്റ്വുഡ് ഗ്രാഫ്റ്റിംഗ്, അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്. അങ്ങനെ ഇവിടെ ഇന്ന് ഞാൻ കാണിക്കുന്നത് സോഫ്റ്റ്വുഡ് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനായിട്ട് 5 സാധനങ്ങളാണ് വേണ്ടത്. ഒന്നാമതായിട്ട് വേണ്ടത് ഒരു മാവിൻ്റെ തൈയാണ്. ഈ മാവിൻ തൈക്ക് 3 മാസം പ്രായമുണ്ട്. അതുപോലെ ഒരു പെൻസിലിൻ്റെ വണ്ണമാണ് ഇതിന് പാകം. ഈ മാവിൻ തൈ തയ്യാറാക്കുന്നതിന് വേണ്ടിയായിട്ട് ഒരു മാങ്ങാണ്ടി ഒരു പോളിത്തീൻ കവറിൽ നടുക. അതിന് പോട്ടി മിശ്രിതം തയ്യാറാക്കുക. 2:1:1 എന്ന അനുപാതത്തിൽ മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇത് നിറച്ച് മാങ്ങാണ്ടി ഇതിൽ നടുക. ലേശം മണ്ണ് ഇതിൻ്റെ മുകളിൽ ഇടുക. 3 മാസം ആകുമ്പോഴത്തേക്കും ഈ പാകമാകും. ഇതിന് റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. രണ്ടാമതായി വേണ്ടത് കാച്ച മാവിൻ്റെ പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പാണ്. ഇത് നന്നായിട്ട് മൂത്തതായിരിക്കണം. അതുപോലെ തളുപ്പുണ്ടാകാൻ പാടില്ല. ഒരു 25 സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കുക. ഇതിന് സയൺ എന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമതായി വേണ്ടത് ഒരു ബഡ്ഡിംഗ് നൈഫാണ്. ഇതുപോലെ ബഡ്ഡിംഗ് നൈഫ് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വേറെ നൈഫുകൾ വാങ്ങാൻ കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സാധാ ബ്ലേഡ് ആണെങ്കിലും മതി. നാലാമതായി വേണ്ടത് ഈ ബഡ്ഡിംഗ് ടൈപ്പാണ്. ഇത് ഈ കാർഷിക സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് എലാസ്റ്റികതയുള്ള ഒരു റിബണാണ്, പ്ലാസ്റ്റിക് റിബണാണിത്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സയണും റൂട്ട് സ്റ്റോക്കും ബന്ധിപ്പിക്കുന്നത്. അഞ്ചാമതായി നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ വേണം. ഉദാഹരണമായിട്ട് സ്ലിപ്പൊക്കെ വരുന്ന പോലത്തെ കവർ. ഈ കമ്പാണ് നമ്മൾ ഇന്ന് സയണായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊരു മൂവാണ്ടൻ മാവിൻ്റെ കമ്പാണ്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിൻ്റെ തളുപ്പുകളില്ല. ഇങ്ങനെയുള്ള കമ്പുകളാണ് നമ്മൾ സയണായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഒരു 25 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കണം. അതിനുശേഷം അതിൻ്റെ ഞെടുപ്പ് നിലനിർത്തിക്കൊണ്ട് ഇല മുറിച്ച് കളയാം. ഇനി നമ്മൾ ഈ സയൺ 2 സൈഡിൽ നിന്നും ചെത്തണം. ഒരാപ്പ് മാതിരി. നമ്മൾ ഉപയോഗിക്കുന്ന കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 2 സൈഡിൽ നിന്ന് തൊലി ചെത്തി കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ വശത്ത് തൊലിയുണ്ട്. ഈ ഭാഗം നമ്മൾ റൂട്ട് സ്റ്റോക്കിലേക്ക് ഇറക്കി വെക്കണം. എന്നിട്ട് റിബൺ വെച്ച് കെട്ടണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഉള്ളിൽ കൈകൊണ്ട് പിടിക്കരുത്. ഇൻഫെക്ഷൻ വരും. അപ്പോൾ നമ്മുടെ സയൺ റെഡിയായി. ഇത്രയും ഭാഗമാണ് നമ്മൾ റൂട്ട് സ്റ്റോക്കിനകത്തേക്ക് ഇറക്കി വെക്കുന്നത്. ഇതൊരാപ്പ് പോലെ ഞാൻ ചെത്തി എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ അഗ്രഭാഗം കൂർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ റൂട്ട് സ്റ്റോക്ക് ഒരു 15 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് വട്ടം മുറിക്കണം. ഈ ഇലകൾ കൂടി നീക്കങ്ങളെ
റൂട്ട് സ്റ്റോക്ക് നെടുകെ പിളർക്കണം. ഇനി നമ്മൾ ഈ സയൺ ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കണം. ആ സയണിൻ്റെ മുറിവും റൂട്ട് സ്റ്റോക്കിൻ്റെ മുറിവും ഏതാണ്ട് തുല്യമായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ സൈഡും സയണിൻ്റെ സൈഡും ഒരേപോലെ ഇരിക്കണം. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന റൂട്ട് സ്റ്റോക്കിൻ്റെയും സയണിൻ്റെ വണ്ണം വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഒരു സൈഡ് കറക്റ്റായിട്ട് വെക്കണം, നടു സൈഡിൽ മാത്രം വെച്ച് കെട്ടരുത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഗ്രാഫ്റ്റിങ് ഫെയിലാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ പ്ലാസ്റ്റിക് റിബൺ വെച്ച് ഇത് കെട്ടുകയാണ്. താഴെ നിന്ന് മുകളിലോട്ടാണ് കെട്ടേണ്ടത്. നിങ്ങൾ വലത്തെ കൈകൊണ്ട് വലിക്കുക, ഇടത്തെ കൈകൊണ്ട് മുറുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം. ലൂസായി കെട്ടരുത്. ലൂസായി കെട്ടിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫ്റ്റിങ് പരാജയപ്പെട്ടു പോകും. അപ്പോൾ നമ്മുടെ ഗ്രാഫ്റ്റിങ് പൂർത്തിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലാസ്റ്റിക് കവർ ഒന്ന് നനച്ചെടുക്കണം. കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കമിഴ്ത്തി കളയുക. അതിന് ശേഷം ഈ കമ്പിൻ്റെ ഇതിനകത്തേക്ക് കയറ്റി വയ്ക്കുക. ഇതിൻ്റെ ചുവട്ഭാഗം ലൂസായിട്ടൊന്ന് കെട്ടി വെക്കണം. നമ്മളിങ്ങനെ നനച്ച് ഈ കവർ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ജലാംശം നിലനിൽക്കണം, അതുപോലെ ഹ്യൂമിഡിറ്റി നിലനിർത്തണം. എങ്കിൽ മാത്രമേ ഈ ഗ്രാഫ്റ്റിംഗ് വിജയിക്കുകയുള്ളൂ. ഗ്രാഫ്റ്റ് ചെയ്ത ഈ തയ്യ് 1 മാസം തണലിൽ സൂക്ഷിക്കുക. നേരിട്ട് സൂര്യപ്രകാശം അടിക്കാതെ നോക്കണം. UV ഷീറ്റിൻ്റെ കീഴിലോ അല്ലെങ്കിൽ 50% തണൽ കിട്ടുന്ന ഗ്രീൻ നെറ്റിൻ്റെ താഴെ വയ്ക്കുക. 15 ദിവസം കഴിയുമ്പോൾ ഈ മുകളത്തിൽ ചെറുതായിട്ട് തളുപ്പ് വരും. ആ സമയത്ത് ഈ കവർ അഴിച്ചു മാറ്റുക. വേറെ ഒരു പ്രശ്നമുള്ളത്, ഒരുതരം വണ്ടുകൾ ഈ ഇലകൾ തിന്ന് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ബ്യുവറി അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. 6 മാസം കഴിയുമ്പോൾ ഈ തൈ മണ്ണിൽ നടുവാൻ പാകമാകും. അപ്പം മാവിൽ എങ്ങനെയാണ് സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇതേ രീതിയിൽ കശുമാവ്, പ്ലാവ്, നെല്ലി, പുളി തുടങ്ങിയവയിലും ഈ സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ചെയ്ത കശുമാവിൻ്റെ ഗ്രാഫ്റ്റിംഗ് ആണ്. ഒരു 3 മാസം പ്രായമുണ്ട് ഈ ഗ്രാഫ്റ്റിങ്ങിന്. ഇത് ഞാൻ ചെയ്ത ഒരു മാവിൻ്റെ ഗ്രാഫ്റ്റിംഗ് ആണ്. ഇത് 8 മാസം മുമ്പ് ചെയ്തതാണ്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മാവിൻ്റെ തയ്യ്. ഇത് ഗോമാങ്ങ എന്ന മാവിൻ്റെ തയ്യാണ്. ഇത് ഞാൻ 1 മാസം മുമ്പ് ചെയ്ത ഗ്രാഫ്റ്റിംഗ് ആണ്. സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ് ആണ് ഇതിലും ചെയ്തിരിക്കുന്നത്. ഇത് മൂവാണ്ടൻ മാവിൻ്റെ സയണാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പൂർണ്ണമായും വിജയിച്ച ഒരു ഗ്രാഫ്റ്റിംഗ് ആണ്. ഈ മാവിലെ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മാവിൽ തന്നെ പല ഇനം മാങ്ങകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ്. അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.